ഇതിന്റെ ബാക്കി ഭാഗം എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ചെയ്തതുമില്ല. അതൊക്കെ പോട്ടെ. ഇപ്പൊ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം. അതായത് കഴിഞ്ഞ തവണ ഞാനൊരു ഗ്ലാസ് ബോർഡിൽ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് ബോർഡിൽ കൊണ്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആരോ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ മറന്നുപോയി. പക്ഷെ പിന്നെ ഞാനത് കയറി നോക്കിയപ്പോൾ ആ കമന്റ് കാണുന്നില്ല. എനിക്ക് ചെറുതായിട്ട് വിഷമമായി. എന്നാലും സാരമില്ല, ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗം നോക്കി, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം നോക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ അറ്റത്ത് രണ്ടിടത്തും കൂടെ ചെറിയൊരു വൈറ്റ് പേപ്പർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുക, ഫ്ലവർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, വൈറ്റ് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക് ബോർഡ് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് കുറച്ച് നീളത്തിലുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റായി. ഇനി ഒരു ബോയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു മിനി ബക്കറ്റ് ലുക്ക് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലല്ലോ, അത് മതി.